വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിത് കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അച്ചൂടിനോടെ ജുബയ്ക്കിട്ട് മുണ്ടും ജുബയ്ക്കിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അച്ചൂടിൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഓണാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ആളുടെ 28ആയിരുന്നു. അപ്പോൾ അതെൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഓണാണ് അച്ചൂട്ടൻ്റെ. അപ്പോൾ അച്ചൂടിൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ പൊന്നോ കോട്ട് വായിക്കിട്ടല്ലോ. എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ കയ്യാൻകുട്ടൻ ഇവിടെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഏറ്റവും പൊന്നു വായിലിട്ട് ഇറക്ക്. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് റെഡിയായി പോവാണ് കേട്ടോ. അപ്പം ഞാനും ചേട്ടനും കൊച്ചും പിന്നെ ചേച്ചിയുണ്ട്, ഉണ്ണിച്ചേട്ടനും കൊച്ചും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും ലാസ്റ്റ് വന്നതെന്ന്. കാരണം അവിടുത്തെ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി എത്തിയപ്പോഴത്തേനും കുറച്ച് ലേറ്റായി പോയി. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതവിടെ ചെറിയ ഓണപ്പൂക്കളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു, നല്ല ഓണപ്പൂക്കളായിരുന്നു. പിന്നെ നമ്മളങ്ങനെ തൊഴുത് അവിടുത്തെ പ്രസാദമൊക്കെ മേടിച്ചിട്ടോ, വഴിപാടൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ കണ്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പായസമൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ നിന്ന് പോയതിന് ശേഷം ഞങ്ങളവിടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അച്ചുവേട്ടനെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിക്കലായിരുന്നു. ആൾ പൂക്കളൊക്കെ നല്ല കോളാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അച്ചൂടിന് ഫുഡൊക്കെ കൊടുത്ത്. അപ്പോൾ അച്ചൂടിൻ്റെ ആദ്യത്തെ ഓണസദ്യ ആയിരുന്നു കേട്ടോ. ആൾ നല്ലപോലെ അവിടെ ഇട്ട് ഓണസദ്യേനെ വാരുന്നുണ്ടായിരുന്നു. എല്ലാം വാരി പായലൊക്കെ നിറച്ച് ആക്കിയിട്ട്. അപ്പോൾ കയ്യാൻകുട്ടനും നാളെ അച്ചൂടിനും ഒരുമിച്ച് ഫുഡ് കൊടുത്ത് ആൾ ഇലയിൽ പപ്പടം മാത്രം തന്നെ താനെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ചൂട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആൾക്ക് ചോറൊക്കെ വാരിക്കൊടുത്ത് അച്ചൂട്ടനെ എല്ലാം അവിടെ നിരത്തി. അയാളുടെ ഇലയിൽ നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്ന ആരുടെ ഇലയാണോ അവരുടെ നിന്ന് വാരാനായിട്ട് ചെല്ലുമായിരുന്നു കേട്ടോ അച്ചൂട്ടൻ. അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ അവരങ്ങനെ കഴിച്ച്. അച്ചൂട്ടൻ വളരെ കുറച്ചാണ് കേട്ടോ കഴിച്ചുള്ളൂ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ടായപ്പോഴത്തേനും വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ 2 വീലറിനല്ല ഇത്തവണ യൂബർ വിളിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ കുറച്ച് ലേറ്റായി വീട്ടിൽ പോകുന്ന നേരത്ത് 6 മണിയൊക്കെ കഴിഞ്ഞൊരു 6:30 ആവാറായപ്പോഴത്തേനാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ എത്തിയപ്പോഴത്തേനും സമയം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയത് തന്നെ ഞങ്ങളൊരു 7:45 ആയപ്പോഴത്തേനാണ് നമ്മൾ വീട്ടിൽ എത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അപ്പയുടെ അടുത്ത് അമ്മാമ്മയുടെ അടുത്തൊക്കെ അച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറയാറ്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.